Morning. Good morning, ma'am. Good morning, Miss. Morning. Good morning, ma'am. Morning. 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 Good morning, all of you. രമ്യ മിസ് എടുത്തോളൂ. രമ്യ മിസ്സിന്റെ പോർഷൻസ് തീർന്നുകൊണ്ടാണ് കാര്യം മിസ് എടുക്കുന്നത്. കുഴപ്പമില്ല, ടീച്ചർ എടുത്തോളൂ കേട്ടോ. അടുത്ത മാസം നമ്മുടെ ക്ലാസ് കഴിയും കേട്ടോ. അടുത്ത മാസം ലാസ്റ്റ്. നമ്മൾ മാസ്റ്റർബേഷൻ ഇൻഡെക്സ് പറഞ്ഞിരുന്നോ? എല്ലാം കഴിഞ്ഞല്ലേ അപ്പൊ? ഫിനിറ്റപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കൺക്ലൂഷൻ ആണ്. നമ്മൾ പഠിച്ച ഫീച്ചേഴ്സിന്റെ കൺക്ലൂഷൻ ആണ്. ജസ്റ്റ് വായിച്ചു നോക്കിയത്. സമ്മപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഫീച്ചേഴ്സിനെ കുറിച്ചൊരു സമ്മപ്പാണ്. ഗുഡ് മോർണിംഗ് ശങ്കു. മോർണിംഗ്. സുഖമില്ല എല്ലാവർക്കും? സുഖം. ഇങ്ങനെ പോകുന്നു നോക്കൊക്കെ. എന്താണ് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടോ നോമ്പ് വിഭവങ്ങള്?
ഹസീന. അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നോമ്പിന്റെ പരിപാടിയൊക്കെ തുടങ്ങൂലേ? ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം. ഇതിനവിടെ മറ്റേ ആ ഒരു തരി കുറുക്കാറുണ്ടോ? തരിയില്ല, നമ്മുടെ റവയിൽ കുറുക്കില്ലേ? നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നെയ്യൊക്കെ ഒഴിച്ച് തരി. ഇവിടെ തരി എന്നാ പറയുന്നത്, വെള്ള കളറിൽ പായസം പോലെ ഇരിക്കും. കഴിച്ചിട്ടുണ്ടോ? ആ, തരിക്കഞ്ഞി. അതന്നെ, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വീടിന്റെ തൊട്ട് മുമ്പില് ഈ ഒരു ഫാമിലി ഉണ്ട്, അപ്പൊ അവരുണ്ടാക്കി തരാറുണ്ട്. ഫലൂദ എന്നാണ് അവിടെ പറയുന്നത് അല്ലെ? ഇവിടെ തരിക്കഞ്ഞി എന്നൊക്കെ പറയും. പക്ഷെ എന്ത് രസമാണ് കഴിക്കാൻ, നല്ല ചൂടോട് കൂടി കഴിക്കാൻ രസം. വൈകിട്ടാവുമ്പോൾ കൊണ്ടുതരാറുണ്ട്. പിന്നെ നമ്മുടെ ഉന്നക്കായ എന്നാണ് പറയുന്നത്. പഴത്തിനുള്ളില് പീരയൊക്കെ വെച്ചിട്ട്, തേങ്ങാപ്പീരയൊക്കെ വെച്ചിട്ട്, അത് സൂപ്പർ, നല്ല ടേസ്റ്റാണ്. കയ്യട എന്നും പറയും. കയ്യട എന്നും നിങ്ങളുടെ നാട്ടിൽ പറയും. ഉന്നക്കായ. ഓക്കെ, ഉന്നക്കായ അല്ലേ? ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ആയില്ല. എന്നാലും കുഴപ്പമില്ല, ഇഷ്ടമാണ്. മധുരം ഇഷ്ടം കൂടുതലാണ്. ഒരുപാട് മധുരം കഴിക്കും. അപ്പൊ പക്ഷെ കുറച്ചിട്ടോ, ഒരുപാട് ചോക്ലേറ്റും മധുരമുള്ള എന്തും കഴിക്കും ഞാൻ. അങ്ങനെ ഭക്ഷണത്തെ ടേസ്റ്റ് ഇഷ്ടം മധുരത്തിനോടാണ്, പക്ഷെ എന്നാലും എല്ലാ ഭക്ഷണവും കഴിക്കും. അങ്ങനെ ഒരു ഭക്ഷണം മാറ്റി നിർത്താറില്ല, എല്ലാം ടേസ്റ്റ് ചെയ്യും അല്ലേ? നമുക്കൊരു ചെയ്താലുള്ളൂ, എല്ലാ ഭക്ഷണവും ടേസ്റ്റ് ചെയ്തോക്കണ്ടേ? ഓക്കെ ഹസീന. പിന്നെ നമ്മുടെ നോമ്പുകാലമായിട്ട്, നമ്മുടെ നോമ്പുകാലം തുടങ്ങുമ്പോൾ എപ്പോഴും നല്ല അനുഭവങ്ങളാണ് എല്ലായിടങ്ങളിലും ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ഒരു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ, ഇറാഖിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച്. ഇത് കഷ്ടമാണല്ലോ, ഇത് നോമ്പുകാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇഷ്ടമുണ്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടോ അബ്രോഡ്? ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെയൊക്കെ കസിൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല. തിരിച്ചു വരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ. നമ്മുടെ എല്ലാ ഗതാഗതവും, എല്ലാ ട്രാൻസ്പോർട്ടേഷൻസും ക്ലോസ് ചെയ്തൊക്കെയാണ്. മുബിൻ ഹസ് എവിടെയാണോ? അബുദാബിയിലാണ് അല്ലേ? എന്ത് പറയുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട് അവിടെ സിറ്റുവേഷൻ? അബുദാബിയിൽ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. സേഫ് ആണോ? നിങ്ങള് നോമ്പെടുക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാട്ടോ, ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ തീരാൻ. ഇത് കഷ്ടമല്ലേ? എന്തോരം ഒരുപാട് മലയാളികൾ അതിൽ പെട്ടിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്യുന്നില്ലേ? മുബീനെ കോണ്ടാക്ട് ചെയ്യുന്നില്ലേ? ഓക്കെ. ശരിക്കും നമുക്ക് കുറെ റോങ് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഭയങ്കര അതിഭീകരമായ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചിലവര് അവിടെ തന്നെ വീഡിയോസ് അയക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ എന്തായാലും നമുക്ക് യുദ്ധം കേൾക്കുമ്പോ പേടിയാണ് അല്ലെ? ഒരു മൂന്നാം ലോകമായ യുദ്ധത്തിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ളൂ അല്ലെ? അതൊക്കെ ചെയ്യാനുള്ളൂ. യെസ്. Good morning to all. Important features of health information systems നമ്മൾ പഠിച്ചിരുന്നു. പേഷ്യന്റ് പോർട്ടൽ, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ളത്. പേരുകളെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ നമ്മൾ ഈ പഠിച്ച ഫീച്ചേഴ്സിനെ പറ്റിയുള്ള ഒരു ചുരുക്കെഴുത്താണ്, ഒരു സമ്മപ്പാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Health information system will go on to bring changes in healthcare services with the assistance of powerful systems in hospitals and medical procedures. Not only will
will the efficiency of the professionals by increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HAS offers a win situation for both the patients and healthcare providers when it comes to refining care delivery services. നമ്മൾ ഈ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഒരു ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ കൊണ്ടുവന്നാൽ തന്നെ എന്താണ് എല്ലാത്തരം പവർഫുൾ സിസ്റ്റംസ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ തന്നെ മെഡിക്കൽ പ്രൊസീജിയേഴ്സും ബാക്കി എല്ലാത്തരം പ്രൊസീജിയർ എല്ലാം തന്നെ എന്താണ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ മിസ്റ്റേക്സുകളൊന്നും വരാതെ തന്നെ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഷ്യൻസ് കൂടുതലായിട്ട് നമുക്ക് പേഷ്യന്റ് കെയറിൽ ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള എല്ലാത്തരം ട്രീറ്റ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും നല്ല രീതിയിൽ പേഷ്യന്റുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ടും സിസ്റ്റംസ് സഹായിക്കുന്നുണ്ട്. ദെൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ HAS എന്ന സിസ്റ്റംസ് അല്ലെ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഡെലിവറിയിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഡെലിവറി സർവീസസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സിന്റെ പേരുകളും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഇപ്പൊ വരെ പഠിച്ചത് നമ്മുടെ ഫീച്ചേഴ്സ് ആണ്. ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഒരു മിനിറ്റ്. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് നമുക്ക് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. Then second one ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ലിംസ് എന്ന് പറയും. Then C റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, ഇങ്ങനെ 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തേത് പഠിക്കുന്നത് എന്താണ്? EHR ആണ്. എന്നൊരു ശ്രദ്ധിക്കുക, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അഥവാ EHR എന്ന് പറയും. ഓക്കെ, എക്സ്പാൻഷൻ പഠിക്കണം. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ എന്താണ് EHR എന്ന് പറയുന്നത്. എന്താണ്? പേപ്പർ റെക്കോർഡ്സ് ആണോ? ഡിജിറ്റൽ വേർഷൻ ഓഫ് എ പേഷ്യന്റ് റെക്കോർഡ്സ് ആണ് അല്ലെ. EHR എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിജിറ്റൽ വേർഷൻ ആണ്. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഇസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് പേഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ ഇലക്ട്രോണിക്കലി റെക്കോർഡഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പൊ EHR എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിജിറ്റൽ വേർഷൻ ഓഫ് എ പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ. പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഒരു ഡിജിറ്റൽ വേർഷൻ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മാനറിലാണ് ഈ ഇൻഫർമേഷൻസ്, അതായത് പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ ഹെൽത്ത് പോപ്പുലേഷൻസ് അടക്കം, അതായത് ആ ജനസംഖ്യ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മളൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. These records can be shared across different healthcare settings. ഇനി നമുക്കിത് ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമേ സെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ? ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം സെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ? അല്ല അല്ലെ. ഡിഫറെന്റ് ഹെയർ സെറ്റിങ്സിൽ നമുക്ക് ഇതിനെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഷെയർ ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. ഓക്കെ, records are shared through network connected enterprises, wide information system or other information networks and exchanges. അപ്പൊ നമ്മൾ ഈ ഹെൽത്ത് EHR എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? എന്തിലൂടെയാണ്, ഏത് പ്രോപ്പർ ചാനലിലൂടെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്? നെറ്റ്വർക്കിലൂടെയാണ് അല്ലെ. നെറ്റ്വർക്ക്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. നെറ്റ്വർക്കിലൂടെയാണ് നമ്മളിത് ഈ ഇൻഫർമേഷൻ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് ഇപ്പൊ വരാം. വായിച്ചു നോക്കണേ. തുറക്കാം.
As the records are shared through network, connected and enterprise-wide information system of other information networks and exchanges. Then EHR may consist of a range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test results, radiology images, vital signs, versus status assay, age and weight and billing informations. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ഇത് നമ്മള് നെറ്റ്വർക്ക് മുഖാന്തരമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. EHRൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് ആണ്, എന്തൊക്കെ റേഞ്ച് ഓഫ് ഡാറ്റാസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, medication and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics, അതായത് ഒരു പേഷ്യന്റിന്റെ വെയിറ്റ്, ഏജ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻസ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഡാറ്റാസ് ആണ് ഇതിനകത്ത് വരുന്നത്, EHRൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഡെമോഗ്രാഫിക്സ് എന്താണ്? ഡെമോഗ്രാഫിക്സ് പഠിച്ചിട്ടില്ല വേറെ ഏതോ ചാപ്റ്ററിൽ നിങ്ങള്? എന്തിന്റെ ഡാറ്റാസ് ആണ് ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ ആണോ, എണ്ണമാണോ? യെസ്, വെരി ഗുഡ്, പോപ്പുലേഷൻ ആണ് കേട്ടോ. യെസ്. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഉണ്ടായിരിക്കും, മെഡിക്കേഷൻസ് ഉണ്ടാവും, അലർജീസ് ഉണ്ടായിരിക്കും അല്ലെ. ഏതെങ്കിലും മെഡിക്കേഷൻസ് അലർജിയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, പ്രതിരോധ കുത്തിവെപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ, റേഡിയോളജി ഇമാജസ് മുതലായ വൈറ്റൽ സയൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? EHRൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡാറ്റാസ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ EHRൽ ഉൾപ്പെടുന്നത് എന്താണ്? ഏറ്റവും വളരെ സമഗ്രമായിട്ടുള്ള ഡാറ്റാസ് ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്കിത് നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെയാണ് ഈ ഇൻഫർമേഷൻസ് നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഒരു രോഗിയുടെ ഹെൽത്ത് റെക്കോർഡ്സ്, അതായത് ഡിജിറ്റൽ റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൽ റെക്കോർഡ്സിനെയാണ് നമ്മൾ EHR എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളെല്ലാം തന്നെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് EHR. ക്ലിയർ ആണോ? ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി. ആദ്യത്തെ പാരഗ്രാഫ് വായിക്കേ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. For several decades, electronic health records have been evaluated as key to enhancing quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using data from patients' records to enhance quality outcomes by means of their care management programs. Okay. But several decades ഉദ്ദേശിക്കുന്നത് എന്താണ്? പക്ഷെ ദശാബ്ദങ്ങളായി, ഒരു 10 വർഷത്തിനുള്ളിലായിട്ട് തന്നെ അതിൽ കൂടുതൽ കാലഘട്ടങ്ങളായിട്ട് എന്താണ് നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളാണ് ഹോസ്പിറ്റൽസിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അതിനാൽ തന്നെ നല്ലൊരു ക്വാളിറ്റി കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കുറച്ച് വർഷങ്ങൾ, ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെയായി എന്താ ഈ ഒരു ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള റെക്കോർഡ്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അതിനാൽ തന്നെ പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി
രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എല്ലാ ഡീറ്റെയിൽസ് അല്ലെ, ഒരു രോഗിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാസ് ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കണ്ടെത്താനും ആ രോഗിയുമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിന് കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ, കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതിനാൽ തന്നെ എന്താ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ ആ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, EHR combines all patient demographics into large pool users. ഒരു മിനിറ്റ്, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഈ വലിയ പാരഗ്രാഫ് കണ്ടിട്ട് ഇങ്ങനെ ആരും പേടിക്കണ്ട, ഇമ്പോർട്ടന്റ് മാത്രം പറയാം, അത് നോക്കാം. കാര്യം പറയുന്നത് മനസ്സിലാവുന്നില്ലേ? EHR combines all patient demographics into a large pool and uses this information to help with the certain of new treatments, innovation in healthcare delivery, which overall improve the goals in healthcare. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, പേഷ്യൻസിനെ കുറിച്ചിട്ട് എല്ലാ വിവരങ്ങളും ഇതിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന് ഇപ്പൊ പുതിയ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടാണെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെന്റ്സ് കൊടുക്കും. അതായത് ചിലപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇനി എന്തെങ്കിലും ഇന്നോവേഷൻസ് പുതിയ രീതിയിലുള്ള, അതായത് ചിലപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസിന് മാറ്റം വരാതെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ പുതിയ ട്രീറ്റ്മെന്റ്സ് വേണമെങ്കിൽ ആ പേഷ്യന്റിന് കൊടുക്കാൻ തയ്യാറാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ന്യൂ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ഇന്നോവേഷൻസിനെ കുറിച്ചും നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ആ ഒരു പേഷ്യന്റിന്റെ EHR നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പൊ എല്ലാ തരത്തിലും എന്താണ് ആ പേഷ്യൻസിന് ഏറ്റവും നല്ല മികച്ച ഒരു സേവനം പ്രൊവൈഡ് ചെയ്യാനായിട്ട്, നല്ല രീതിയിലുള്ള ചികിത്സാ രീതികൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒരു പേഷ്യന്റിന് മാത്രമല്ല, ഓവറോൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് എല്ലാ പേഷ്യൻസിനും അല്ലെങ്കിൽ ആ ഹെൽത്ത് സെറ്റിംഗ്സിൽ തന്നെ എന്താണ് ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് EHR സഹായിക്കുന്നുണ്ട്. ഇനി combining multiple types of clinical data from the system, health records has aided clinicians to recognize and stratify chronically ill patients. EHR can improve quality care by using the data and analytics to avoid hospitalization among high-risk patients. Okay. അപ്പോ ഇതിൽ നിന്ന് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ ഡാറ്റാസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ സ്ട്രാറ്റിഫൈ ചെയ്ത് തരം തിരിച്ച് കണ്ടെത്താനായിട്ട് ഡോക്ടേഴ്സിനെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഹൈ റിസ്കുകളുള്ള പേഷ്യൻസ് ഇല്ല, നമുക്ക് എല്ലാ പേഷ്യൻസിനും ഹൈ റിസ്ക് വരുന്നില്ല, എന്നാൽ ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പെട്ടെന്ന് തന്നെ അതായത് കൃത്യമായിട്ട് ഹൈ റിസ്ക് ഉള്ള കാറ്റഗറിയുള്ള പേഷ്യൻസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി EHR നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. മനസ്സിലായോ? അതായത് ഗുരുതരമായിട്ടുള്ള റിസ്ക് ഉള്ള പേഷ്യൻസുകൾ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് അവരുടെ സിവിയറിറ്റി നോക്കിയിട്ട് അവരുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട്, അപ്പൊ ഓൾറെഡി എന്താണ് നമ്മൾ പഠിച്ച എന്താണ് ഇത്തരം ഇൻഫർമേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റൽ സയൻസ് ഉൾപ്പെടെ മെഡിക്കൽ ഹിസ്റ്ററീസ് അതിലുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഗുരുതരാവസ്ഥയുള്ള പേഷ്യൻസുകളാണെങ്കിൽ നമുക്ക് അവരെ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ്സ് അവർക്ക് കൊടുക്കാനോ നല്ല രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും EHR ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഹെൽത്ത് റെക്കോർഡ്സുകൾ നോക്കുന്ന സമയത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹൈ റിസ്ക് അല്ലെങ്കിൽ ചിലപ്പോ ചില പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരാം, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം അല്ലെ. അതായത് അവരുടെ കണ്ടീഷൻ നോക്കിക്കഴിയുമ്പോൾ എന്താണ്, അതായത് നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞപ്പോ ചിലപ്പോ പേഷ്യൻസ് വീട്ടിൽ നിന്നായിരിക്കും സേവനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് റെക്കോർഡ്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും വൈറ്റൽ സയൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആളുടെ കണ്ടീഷൻ മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. സീരിയസ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് EHR വഴിയാണ് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. Next one, EHR systems are outlined to record and store data correctly and to capture the state of patient over time. It removes the need to trace down patients' previous paper medical records and helps in ensuring data is up to date, accurate and readable. Okay. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന പേഷ്യൻസിന്റെ ഡാറ്റാസ്
എങ്ങനെയായിരിക്കും നമ്മള് ഒരു പേപ്പർ റെക്കോർഡ്സിൽ എഴുതുന്ന പോലെ ആയിരിക്കും ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സിൽ വരുന്നത്? ആയിരിക്കോ? മെഡിക്കൽ ഹിസ്റ്ററി കൊടുക്കുമ്പോൾ ഓൾറെഡി പഴയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ആളുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് അതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ തന്നെ എന്താണ് സിസ്റ്റംസിൽ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ്, അതായത് ആക്യുറേറ്റ് ആയിട്ടും റീഡബിൾ ആയിട്ടുള്ള നമുക്ക് അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തിലെ പിശകുകളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് വായിക്കാനോ സഹായിക്കുന്നുണ്ട് എന്താ EHR ഇൻഫോർമേഷൻസ്. അതായത് EHR കൊടുത്തിരിക്കുന്ന പേഷ്യൻസിന്റെ ഡാറ്റാസിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്സ് വരില്ല. കാരണം എന്താണ് ഏറ്റവും റീഡബിൾ ആവുന്ന രീതിയിലും ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്ത് ചെയ്യും അതിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. It also open communication between the patient and the provider while providing privacy and security. ഇനി ഇത് നമുക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് തുടരാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ തമ്മിലുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്? ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ പ്രൊവൈഡർ അല്ലെ. ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഓപ്പൺ ലൈൻ കമ്മ്യൂണിക്കേഷൻസ് തുടരാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ആ പേഷ്യന്റ് ഇൻഫോർമേഷൻസ് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള മാനറിലായിരിക്കുള്ളൂ അതിലുണ്ടായിരിക്കുക. ഓക്കെ, പേഷ്യന്റും പ്രൊവൈഡർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നു. It can lessen the risk of data replication since there is only the modifiable file, which means the file is more likely up to date and reduce the risk of loss of paperwork and is cost efficient. അതായത് നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഫോർമാറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള പേപ്പർ വർക്ക്സിനേക്കാൾ കൂടുതൽ എന്താണ് റിസ്കുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് മാത്രം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഡോക്ടറും പേഷ്യന്റ് തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് വ്യക്തമായിട്ട് രേഖപ്പെടുത്താനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? ഡോക്ടറിന് സാധിക്കും. അതിനാൽ തന്നെ പല രീതിയിലുള്ള റിസ്കുകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മളൊരു പേപ്പർ റെക്കോർഡ്സിലാണ് എഴുതുന്നതെങ്കിൽ ചിലപ്പോൾ ചില ഇൻഫർമേഷൻസ് തെറ്റിപ്പോയെന്നിരിക്കും, ചിലപ്പോൾ വായിക്കാൻ പറ്റാതെ ഇരുന്നെന്നിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ പല രീതിയിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒരു പേപ്പർ റെക്കോർഡ്സിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനമാണ് EHR കാഴ്ചവെക്കുന്നത്. അതിനാൽ തന്നെ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഏറ്റവും നല്ലൊരു എന്താ പറയാ സർവീസസ് അല്ലെങ്കിൽ പേഷ്യൻസിനും പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു എന്താ പറയാ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നു. EHR എന്ന സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, because of the digital information being searchable and in a single file, EMRs, electronic medical records. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. അപ്പൊ EMR എന്ന് പറയുന്നത് എന്തായിരിക്കും? EMR എന്താ? ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സ്. രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ് EHR, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് എന്ത്? EMR. ഓക്കെ, അതായത് ഇതും ഒരു ഡിജിറ്റൽ വേർഷൻ ആണ്, ഡിജിറ്റൽ ഫയൽ ആണ്. നമ്മുടെ പേപ്പർ റെക്കോർഡ്സുകളെ പോലെ തന്നെ പേപ്പർ റെക്കോർഡ്സിന്റെ ഒരു ഡിജിറ്റൽ ഫയൽ ആണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. എന്തിനെ കുറിച്ചിട്ടാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടായിരിക്കുള്ളൂ? മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തായിരിക്കും ഉണ്ടാവുന്ന? ഒരു പേഷ്യൻസിന്റെ ഇലക്ട്രിക് മെഡിക്കൽ റെക്കോർഡുകളാണ് ആ പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആളുടെ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതായത് മെഡിക്കൽ ഡാറ്റാസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല നമുക്ക് എന്താണ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് റിസർച്ച് മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ EMR റെക്കോർഡ്സുകളാണ്, അതായത് പേപ്പർ ഫയൽ ഇലക്ട്രോണിക്കൽ റെക്കോർഡ്സുകളാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഫർദർ റിസർച്ച് പർപ്പസിന് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടം ഒരു കുറച്ചു കാലഘട്ടത്തിന് മുമ്പ് തന്നെ എന്താണ് ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് EHRസും EMRും തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ എല്ലാ ഹോസ്പിറ്റൽസിലും വൈഡ് സ്പ്രെഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ലോകവ്യാപകമായിട്ട് തന്നെ എല്ലാ ഹോസ്പിറ്റൽസിലും അതായത് ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ മറ്റെല്ലാ ഡെലിവറീസും ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് സിസ്റ്റംസുകൾ അതിന്റെ റെക്കോർഡ്സുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി കേട്ടോ. അതല്ലേ
ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിലെ ഡീറ്റെയിൽസ് മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു പോയിന്റ് കൂടെ കൺട്രോളും ചെയ്യാമോ? It is also open communication between the patient and provider by providing privacy and security. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ചോദ്യം ചോദിച്ചാൽ EHR ആരൊക്കെ തമ്മിലുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് ആണ് നടപ്പിലാക്കുന്നത് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡർ എന്നായിരിക്കും കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് EMR എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. അതിന്റെ എക്സ്പാൻഷനും പിടിക്കാം. പോയിന്റ് തേടോ. ഇറ്റ് ആൾസോ അലോസ് എന്ന് പറഞ്ഞ തേർഡ് പാരഗ്രാഫിലെ ഒരു ഫോർത്ത് ലൈൻ ആണോ? ഇറ്റ് ഈസ് ആൾസോ ഓപ്പൺ ലൈൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡർ അല്ലേ? യെസ്. ഇനി നമ്മളിതിൽ പഠിക്കുന്നത് ലാസ്റ്റ് പോയിന്റില് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ എക്സ്പാൻഷൻ പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. EMR. ഇനി നമ്മൾ നോക്കുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. നിങ്ങളിത് വായിക്കുന്ന മുമ്പ് ഞാൻ ചോദിക്കാം, പേപ്പർ റെക്കോർഡ്സുകളാണോ ഇലക്ട്രോണിക് റെക്കോർഡ്സുകളാണോ ഏറ്റവും നല്ലത്? പേപ്പർ റെക്കോർഡ്സ് ആണോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണോ ഏറ്റവും നല്ലത്? എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? ഈസിയാണ്. യെസ്, ഈസി ടു ഫൈൻഡ് ആണ് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ റെക്കോർഡ്സിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരുന്നത് കേട്ടോ. യെസ്, ടൈം സേവിംഗ് ആണ്, നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. എന്ത്? പേപ്പർ റെക്കോർഡ്സ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെ? യെസ്. പക്ഷെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള റെക്കോർഡ്സുകൾ ഒരിക്കലും നഷ്ടമാകാനുള്ള സാധ്യതയില്ല. എന്നാൽ നഷ്ടമായാൽ തന്നെ അത് വീണ്ടെടുക്കാൻ എല്ലാ ഫെസിലിറ്റീസും അതിൽ തന്നെ ഉണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് അപ്പൊ അതിന്റെ കമ്പാരിസൺസ് നോക്കാൻ ശ്രമിച്ചിരുന്നാൽ മതി കേട്ടോ. While there is a still noticeable amount of debate around the superiority of electronic health records over paper records, the research literature give a more realistic picture of the benefits and the downsides. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഡിബേറ്റിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ഡിബേറ്റ്സുകൾ നടന്നിട്ടുണ്ട്. ഡിബേറ്റ്സ് അറിയാനുള്ള സംവാദങ്ങൾ, അതായത് പേപ്പർ റെക്കോർഡ്സ് ആണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ഇപ്പോ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾക്കാണ് അല്ലെ? പേപ്പർ റെക്കോർഡ്സിനാൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾക്കാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി അല്ലെ? അതായത് ഒരു പേപ്പർ ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എടുക്കാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഏതാനും ക്ലിക്കുകളിലൂടെ എന്താണ് ആ മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ഫോർമാറ്റ്സുകൾ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളാണ്, അല്ലെങ്കിൽ EHR ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. But also an enlarged amount of stolen information by unauthorized persons or untrustworthy users versus paper medical records, as acknowledged by the increased security need for electronic medical records included in the Health Information and Accessibility Act and by large-scale violations in confidential records reported by EMR users. Okay, ഇവിടെ പറയുന്നത് എന്താണ്? ഈ നമ്മള് ഈ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോ എന്താണ് ഇത്തരം ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും?
അത് കളർ സ്റ്റോളൻ മീൻസ് സ്റ്റോളൻ പക്ഷെ എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ കളവ് പോകാനുള്ള ഹാക്ക് ചെയ്യാനൊക്കെ സാധ്യത അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്. ഓക്കെ, അത് മാത്രമാണ് ഇവിടെ ഒരു മിസ്മാച്ച് വരുന്നത്. മിസ്മാച്ച് അല്ല, ഒരു കുറവായിട്ട് പറഞ്ഞു. കാരണം പേപ്പർ റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അത് എന്താണ് പേപ്പർ റെക്കോർഡ്സ് നമുക്ക് മോഷണം പോവാറില്ലേ? പക്ഷെ ഇപ്പോ പേപ്പർ റെക്കോർഡ്സ് മോഷണം പോവാറുണ്ടോ? ഉണ്ട്. എന്നിരുന്നാൽ പോലും കുറെ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇതേപോലെ തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ ഓൾറെഡി അതിലൊരു ഒരു ലോഗിൻ ചെയ്യാൻ ഒരു പാസ്വേഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എന്താണ് അത് ഹാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഫെസിലിറ്റി അതൊക്കെ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. യെസ്, അങ്ങനെയുള്ളവർക്ക് എന്താണ് പെട്ടെന്ന് അത് എന്താണ് ചിലപ്പോ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് അത് ഹാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ഹാക്ക് ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും അവർക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതുമായി ബന്ധപ്പെട്ട് അതിന് എല്ലാ ഇൻഫർമേഷൻസും സേവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സെക്യൂരിറ്റി പവേഴ്സും എന്തിലുണ്ടായിരിക്കണം? EHR ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? അതിന് വേണ്ടി ഒരു ആക്ട് തന്നെയുണ്ട് അല്ലെ. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹെൽത്ത് ഇൻഫർമേഷൻസ് ആക്സസിബിലിറ്റി ആക്ട്, ആക്സസിബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി ആക്ട്. അത് പ്രകാരം എന്താ പറയുന്നത്? എല്ലാ റിപ്പോർട്ട്സുകളും കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു മാനറിൽ സൂക്ഷിച്ചിരിക്കുക. അതിന്റെ അണ്ടറിലാണ് എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ സൂക്ഷിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള വയലേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ HAPP എന്നൊരു നിയമത്തിന്റെ അണ്ടറിലാണ് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സേവ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺസ് ഹാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ലീഗൽ കോംപ്ലിക്കേഷൻസ് അവർക്ക് നേരിടേണ്ടി വരും. യെസ്, അപ്പൊ യാതൊരു വിധത്തിലുള്ള വയലേഷൻസ് അല്ലെങ്കിൽ വയലേഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട്സുകളെല്ലാം തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള മാനേഴ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഹോസ്പിറ്റൽ EMRs അല്ലെങ്കിൽ EHR കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് അതിന്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ തന്നെ ആയിരിക്കും സൂക്ഷിക്കുന്നത്. മറ്റൊരു പേഴ്സൺ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, concerns about security contribute the resistance shown to the adoption. When users log into the electronic health record, it is their accountability to ensure the information stays confidential. And this is done by keeping their password unknown to others and logging off before leaving the stations. അപ്പോൾ EMR യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് എന്താണ് അത് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും അല്ലെ. കൃത്യമായിട്ട് അത് ലോഗിൻ ചെയ്തതിന് ശേഷം എന്താണ് അതിന്റെ ഉപയോഗത്തിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യണം? ലോഗ് ഔട്ട് ചെയ്തിട്ടായിരിക്കണം ലീവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും മറ്റൊരു പേഴ്സൺ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. EMR യൂസ് ചെയ്യുന്ന സ്റ്റാഫുകൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? കൃത്യമായിട്ടൊരു പാസ്വേഡ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. ലോഗിൻ ചെയ്തതിനു ശേഷം അതിലെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് അത് ലോഗ് ഓഫ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു EMR സൈറ്റിൽ നിന്ന് നമ്മൾ ലീവ് ആവേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ പാസ്വേഡുകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാസ്വേഡുകൾ കൊടുക്കുന്നത്? കോൺഫിഡൻഷ്യൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ആ ഇൻഫർമേഷൻസ് ഏറ്റവും സുതാര്യമാക്കുന്നതിന് വേണ്ടി രഹസ്യാത്മകമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് അറിയാൻ സാധിക്കൂ. ഓക്കെ, യെസ്. അപ്പോ EHR ഉപയോഗിക്കുമ്പോൾ ഒരു ആശങ്ക ഇതാണ്. കാരണം കൃത്യമായിട്ട് പാസ്വേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ലോഗ് ഔട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ. അത് ശരിക്കും പറഞ്ഞ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മളത് മറന്നുപോയിരിക്കും അല്ലെ. ചിലപ്പോ ലോഗ് ഓഫ് ചെയ്യാനൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസിലേക്ക് അതായത് ഇതുപോലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ അതിനെ കൃത്യമായിട്ട് ആ ഡീറ്റെയിൽസ് എന്താ പറയാ ഹാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അതും ഒരു ഭീഷണിയാണ്. EMR യൂസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ല അതുമായി ബന്ധപ്പെട്ടുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യെസ്, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ്? EMR-നെ കുറിച്ചിട്ടുള്ള EMR-നെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെക്കോർഡ്സുകൾ വരുന്നത്. വളരെ ട്രാൻസ്പെറൻസി ആണ്, പോർട്ടബിലിറ്റി ആണ്, ആക്സസിബിലിറ്റീസ് ആണ് അല്ലെ. ഏറ്റവും ഈ മൂന്ന് രീതിയിൽ നമുക്ക് എന്താണ് ഈ മൂന്ന് രീതിയിലാണ് ഈ റെക്കോർഡ്സുകളുടെ ആ ഒരു എന്താ പറയാ ഫെസിലിറ്റീസ് വരുന്നത്. മാത്രമല്ല പേപ്പർ റെക്കോർഡ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക്
എന്താണ് ഇതില് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എന്താണ് ഒരു ആക്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. അതിനാൽ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഇത്തരം ഡീറ്റെയിൽസുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് എടുക്കണമെങ്കിൽ തന്നെ എന്താണ് അതിന് ഓൾറെഡി ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ പാസ്വേഡ് ലോഗിൻ ചെയ്ത് നമ്മളത് ലോഗ് ഔട്ട് ചെയ്യാതെ പോകുന്ന സമയത്ത് മാത്രമേ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലോ ക്രമക്കേടുകളോട് വരാൻ സാധ്യതയുള്ളൂ. അത് മാത്രമേ ഇതിന്റെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഹാൻഡ് റിട്ടൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് വരാം. ഹാൻഡ് റിട്ടൺ പേപ്പർ എന്ന് വെച്ചാൽ എന്താണ്? പേപ്പർ റെക്കോർഡ്സ് എന്നാണ് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ സാധിക്കുമോ? പൂർലി റീഡബിൾ ആണ് അല്ലെ. പേപ്പർ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിലെ ഇൻഫർമേഷൻസ് രേഖപ്പെടുത്തിയിരുന്നത്. പേപ്പർ റെക്കോർഡ്സിന്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് എന്താണ്? അത് പൂർലി റീഡബിൾ ആണ്. അത് എഴുതുന്ന ആളുടെ ഒരു കൈയക്ഷരം എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലപ്പോ ആളുടെ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽസിനനുസരിച്ചിട്ടായിരിക്കും ആ റെക്കോർഡുകൾ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ എന്താണ്? മെഡിക്കൽ ഇറേഴ്സുകള് പ്രിന്റഡ് ഫോംസിൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് മെഡിക്കൽ ഇറേഴ്സ് പ്രിന്റഡ് ഫോംസ്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ പെൻമാൻഷിപ്പ് വർ ഇൻസ്പയർഡ് ടു മേക്ക് ബെറ്റർ ദ റിയലബിലിറ്റി ഓഫ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ്. ഇവിടെ പെൻമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട് ഓരോരുത്തർക്ക് അല്ലെ. രചനാ വൈഭവം എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയും. ഇപ്പൊ ഷോർട്ട് ഫോംസ് ഒക്കെ എല്ലാവരും എഴുതുമ്പോൾ എല്ലാവരും എഴുതുന്ന ഒരേപോലെ ആയിരിക്കില്ല അല്ലെ. ഷോർട്ട് ഫോംസ് ഉള്ള മെഡിക്കൽ അബ്രിവേഷൻസ് ഒക്കെ നമ്മൾ എന്താണ് ഷോർട്ട് ഫോമിൽ എഴുതി വരുമ്പോൾ ചിലരുടെ അക്ഷരങ്ങളിൽ എഴുതുന്ന ലെറ്റേഴ്സിൽ വ്യത്യാസം വരും അല്ലെ. നീളം കൂടുതലുണ്ടാവും, വര ഉണ്ടാവും, ചെറുതാവാം, വലുതായിരിക്കാം. നമ്മുടെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ചില നഴ്സുമാരുടെ ഒക്കെ എഴുതുന്ന കണ്ടിട്ടില്ലേ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ, ഒന്നും മനസ്സിലാവില്ല. യെസ്, അങ്ങനെ വരുമ്പോ എന്താണ് ആ ഷോർട്ട് ഫോമിന്റെ തന്നെ സ്റ്റാൻഡേർഡ് ആണ് അത് ഇല്ലാണ്ടാക്കുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു റിട്ടേൺ സ്റ്റൈല് മൂലം എന്താണ് എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാണ്ട് പോകുന്നു. ഓക്കെ. An example of a probable medical errors is administration of medication. Medication is an intermediation that can turn a person's status from stable to unstable very rapidly. Okay. നമ്മള് അബ്രിവേഷൻസ് ഇപ്പൊ പേപ്പർ റെക്കോർഡ്സിൽ എഴുതുന്ന കാര്യങ്ങള് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ ഒരു മെഡിക്കൽ അബ്രിവേഷൻ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ ഏതെങ്കിലും ഒരു ടേം എഴുതി കഴിഞ്ഞാൽ അത് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? സ്റ്റേബിൾ ആയ ഒരു പേഷ്യന്റിനെ അൺസ്റ്റേബിൾ ആക്കാൻ ഈ ഒരു കാരണം മതിയോ അല്ലെ. എഴുതി കൊടുക്കുന്ന മരുന്നൊന്ന് മാറിപ്പോയി എന്ത് സംഭവിക്കാം? ആ പേഷ്യന്റ് ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം അല്ലെ, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ആൾക്ക് സംഭവിച്ചേക്കാം. എന്തിൽ രേഖപ്പെടുത്തുമ്പോ? പേപ്പർ റെക്കോർഡ്സിൽ എഴുതുന്ന സമയത്ത് അല്ലെ. EHR-ലാണെങ്കിൽ എന്താണ്? EHR-ലെ ഏതെങ്കിലും ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ തെറ്റായ മരുന്നുകളാണ് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ് അത് ആക്സസ് ചെയ്യും. അത് തെറ്റാണെന്നുള്ളതിന്റെ ഇററുകൾ കാണിക്കും. നമുക്കപ്പൊ തന്നെ എന്താണ് അല്ലെങ്കിൽ സിസ്റ്റം തന്നെ അത് എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള ടേംസ് അവിടെ കൊടുക്കും. പക്ഷെ പേപ്പർ റെക്കോർഡ്സ് അത് ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. മിസ്റ്റേക്ക് വന്നാൽ ഇപ്പൊ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മെഡിക്കേഷൻസിൽ മിസ്റ്റേക്ക് വന്നാൽ മിസ്റ്റേക്ക് ആണ് അല്ലെ. യെസ്, അത് എഴുതിയ സമയത്ത് വന്നാക്കണ ബുദ്ധിമുട്ടായിരിക്കാം, നമുക്ക് അറിയാൻ സാധിക്കില്ല അല്ലെ. യെസ്, അപ്പൊ അത് ആ പേഷ്യന്റിന്റെ സ്റ്റാറ്റസിനെ തന്നെയാണ് ഇല്ലാണ്ടാകുന്നത്. അതായത് സ്റ്റേബിൾ ആ ഒരു പേഷ്യന്റിനെ നമുക്ക് അൺസ്റ്റേബിൾ ആക്കാനായിട്ട് കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, with paper documentation is very easy to not properly document the administration of medication at the time given of errors like giving the wrong drug dose form or not checking for allergies, and could affect the patient negatively. It has been reported that these errors can be brought down by 50 to 83% as recorded are now online and need certain steps to avoid these errors. Okay. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ മെഡിക്കൽ ടേംസുകൾ എന്തായാലും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോംസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, ഷോർട്ട് ഫോംസുകളൊക്കെ തന്നെ. അപ്പൊ നമ്മുടെ EHR ഉപയോഗിക്കുമ്പോൾ എന്താണ് ഒരു പേഷ്യന്റിന് ഏതൊക്കെ തരത്തിലുള്ള അലർജീസ് ഉണ്ട്, എങ്ങനെയാണ് ആളുടെ കണ്ടീഷൻസ് ഒക്കെ ഈസി ആയിട്ട് അത് കൃത്യമായിട്ട് നോക്കിയതിനു ശേഷമാണ് ആ മെഡിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ഒരു റോങ് ആയിട്ടുള്ള ഡ്രഗ് ആണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഡോസിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എഴുതുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് വന്ന എന്താണ് ആ ഡോസ് മാറാം അല്ലെ. ചിലപ്പോൾ ആളുടെ അലർജീസ് ഒന്നും ചെക്ക് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. യെസ്, അതേപോലെ തന്നെ അത് ആ പേഷ്യന്റിനെ നെഗറ്റീവ് ആയിട്ടായിരിക്കും അഫക്ട് ചെയ്യുന്നത് അല്ലെ. യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ പേപ്പർ റെക്കോർഡ്സ് മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 50 to 83% ഇപ്പൊ എങ്ങനെയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇററുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള്
പേപ്പർ റെക്കോർഡ്സിൽ നിന്നും ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് EHR പോലുള്ള മെത്തേഡ്സിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണ്? ഇതുപോലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് മരുന്നുകൾ മാറിക്കൊടുത്തും പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയത് തെറ്റായ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തും ഡോസേജ് മാറിപ്പോയിട്ടൊക്കെ എന്താണ് പല ആൾക്കാരിലും മരണങ്ങളും അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ തന്നെ ചിലപ്പോൾ ഒരാൾ കോമയിലാവാൻ തന്നെ ചിലപ്പോൾ ചില ഡ്രഗിന്റെ ഓവർഡോസസ് കൂടിയാൽ മതി അല്ലെ. അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ മിക്കതും എന്താണ് ഒരു 50-23% ഓൺലൈൻ ആയിട്ടുള്ള EHR സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇററുകൾ ഒഴിവാക്കുന്നതും ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ്സുകൾ പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, electronic records may help with the standardization of forms, terminology, and data input. Digitization of forms make facilities for the collection of data, epidemiology, and clinical studies. However, standardization may create challenges for local practice. Overall, those with EMRs that have automated notes and records, order entry, and clinical decision support had lesser complications, lower mortality rates, and lower costs. Okay. അപ്പൊ നമ്മള് ഈ ഇലക്ട്രോണിക്സ് EHR മുഖാന്തരം എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോംസ് അല്ലെങ്കിൽ ടെർമിനോളജിയിലുള്ള ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടേംസുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് ഡാറ്റ ഇൻപുട്സിൽ യാതൊരു തരത്തിലും ഇറർ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മാത്രമല്ല എന്താണ് നമ്മൾ ഈ EHR മുഖാന്തരമാണ് പല ഡാറ്റാസ് പേഷ്യൻസ് മുഖാന്തരമുള്ള പല ഡാറ്റാസും പല രീതിയിലുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലിനിക്കൽ സ്റ്റഡീസിനും എപ്പിഡെമോളജിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിന്റെ ഇത്തരം ഡാറ്റാസ് EHR നിന്നും കളക്ട് ചെയ്യുന്നത്. എപ്പിഡെമോളജി എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെമോളജി ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. എപ്പിഡെമോളജി എന്താണ്? ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. മനസ്സിലായില്ലേ? സാംക്രമിക രോഗശാസ്ത്രം അല്ലെ, രോഗങ്ങളെ കുറിച്ചിട്ടുള്ള അതിന്റെ ഒറിജിൻസിനെ കുറിച്ചിട്ടുള്ള അത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതായത് ഒരു രോഗത്തിന്റെ ഒറിജിൻ മുതൽ അതിന്റെ കാരണങ്ങൾ, അതിന്റെ കോസസ്, അതിന്റെ കണ്ടീഷൻസ് എന്നതിനൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് എപ്പിഡെമോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റഡീസ്. അപ്പൊ നമ്മൾ EHRലുള്ള ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതേപോലുള്ള ക്ലിനിക്കൽ സ്റ്റഡീസിനും അല്ലെങ്കിൽ ഇതേപോലുള്ള പഠനങ്ങൾക്കും നമ്മൾ കൂടുതലായിട്ട് ഈ ഡാറ്റാസ് ആണ് ഉപയോഗിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അതായത് പുതിയ ക്ലിനിക്കൽ സ്റ്റഡീസിനും അല്ലെങ്കിൽ ഇതേപോലുള്ള പഠനശാഖകളിലൊക്കെ ആ രോഗത്തെ കുറിച്ച്, അതായത് ഒരു പേഷ്യൻസിന് ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുണ്ട്, ആ രോഗത്തെ കുറിച്ചൊക്കെ റിസർച്ച് ഒക്കെ ചെയ്യുന്നതിനും അതിന്റെ പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻഫർമേഷൻ ആ ഡാറ്റാസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഉപയോഗിച്ചിട്ടാണ് പല പല റിസർച്ച് പർപ്പസിനും കണ്ടക്ട് ചെയ്യുന്നത്. Standardization may create challenges for local practice. Overall, those with EMR that have automated notes and records, order entry and clinical decision support has lesser complication, over mortality rates and lower costs. ഇവിടെ ജസ്റ്റ് ഒരു ബെനിഫിറ്റ് പോലെയാണ് പറയുന്നത്. നമ്മൾ EMRൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമുകൾ ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. അതായത് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്ലിനിക്കൽ ഡിസിഷൻ എടുക്കാനും അതേപോലെ തന്നെ എന്താണ് മറ്റ് കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും ഇനി അതേപോലെ മരണനിരക്ക് വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് എന്താണ് കൃത്യമായിട്ട് ഇത് സഹായിക്കുന്നു. അതേപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് EMR പോലുള്ള സാങ്കേതിക വിദ്യകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക് കുറയ്ക്കുമെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസിന് മിസ്റ്റേക്കുകൾ വരുന്നില്ല അല്ലെ. EMR മുഖാന്തരം ഡ്രഗ്സ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഇപ്പോ നമ്മളിപ്പോ പേപ്പർ റെക്കോർഡ്സിലെ പല പോരായ്മകൾ മൂലമാണ് മരണനിരക്ക് കൂടാനായിട്ട് ഒരു പരിധി വരെ കാരണമായിരിക്കുന്നത് അല്ലെ. അതായത് ഡ്രഗുകൾ മാറിക്കൊടുക്കുക, മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസിൽ എടുത്തിരിക്കുന്ന ഡോസുകൾ മാറിപ്പോവാ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇതേപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ, പേഷ്യന്റ് മരണപ്പെട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ EMR ഉപയോഗിക്കുന്ന EMR എന്ന ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ EMR റെക്കോർഡ്സിന് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കാനായിട്ടും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും ഇതേപോലെ മോർട്ടാലിറ്റി ഡിസ്മാർക്കാൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ്സും പേഷ്യൻസിന് കൊടുക്കാനായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളെ സഹായിക്കുന്നുണ്ട്.
ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമ്മൾ പഠിച്ചത് എന്താണ്? കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡാണ്. എന്തുമായാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണിക് റെക്കോർഡ്സും പേപ്പർ റെക്കോർഡ്സും കമ്പാരിസൺ ആണ് പഠിച്ചത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏറ്റവും മികച്ച റെക്കോർഡ്സുകളായിട്ട് നമുക്ക് എന്തിനും പറയാൻ സാധിക്കും? പേപ്പർ റെക്കോർഡാണോ? ഇലക്ട്രോണിക് റെക്കോർഡ്സുകളാണ് ഏറ്റവും നമുക്ക് സഹായകമാണ്. എന്നിരുന്നാൽ പോലും എല്ലാത്തരം സുരക്ഷാ സംവിധാനങ്ങളും അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ? യെസ്. ഇനി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഏതൊക്കെ പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. യൂസ്ഫുൾനെസ് ഫോർ പേഷ്യന്റ് sharing their electronic health records with people who have type 2 diabetic helps them to reduce the blood sugar levels, which say it is means of helping people understand their own health condition and making them involved actively in management. ഇനി ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ആർക്കൊക്കെയാണ്? പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെന്ന് അറിയാലോ. ടൈപ്പ് 1ഉം 2ഉം ടൈപ്പ് 2 പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ ലിറ്ററലി റെക്കോർഡ്സ് മുഖാന്തരം എന്താണ് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് അവർക്ക് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് 2 ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ഷുഗർ ലെവലൊക്കെ കൃത്യമായിട്ട് എന്താണ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒന്ന് ഹെൽപ്പ് അതൊക്കെ നോക്കാനായിട്ട് അവരെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ their own ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അവർക്ക് എന്താണ് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ വൈറ്റൽ സയൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ബിപിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു EHR അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഹെൽത്ത് കണ്ടീഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, യെസ്. Then they could also be useful in research which enables various scientific analysis and novel tools. ഇനി ഈ EMR എന്ന് പറയുന്നത് ഇപ്പൊ പേഷ്യൻസിന് മാത്രമല്ല മറ്റ് റിസർച്ചുകൾക്ക് പല രീതിയിലുള്ള ഗവേഷണങ്ങൾ പല പുതിയ രോഗങ്ങളെ കുറിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസർച്ചിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് അവർക്ക് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള മറ്റ് അനാലിസിസിന് അല്ലെങ്കിൽ നോവൽ ടൂൾസ് എന്ന് വെച്ചാൽ പുതിയ ടെക്നോളജീസ് ഒക്കെയാണ് കേട്ടോ. നോവൽ ടൂൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ടൂളുകൾ, പുതിയ തരത്തിലുള്ള ട്രെൻഡുകൾ അല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസ് മെറ്റീരിയൽസ് എന്നിവ തയ്യാറാക്കുന്നതിന് EMR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് ഇവിടെ യൂസ്ഫുൾനെസ് പറയുന്നത്. ഒന്ന്, ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ സ്വന്തം ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. മാത്രമല്ല കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിനും അല്ലെങ്കിൽ പുതിയ ന്യൂ ടെക്നോളജീസ് ന്യൂ മെറ്റീരിയൽസ് ഒക്കെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടും EMR അല്ലെങ്കിൽ EHR യൂസ്ഫുൾ ചെയ്യുന്നുണ്ട്. ഇത് വായിച്ചു നോക്കിയത് യൂസ്ഫുൾനെസ് ഒന്ന് പിക്ക് ചെയ്തിരുന്നു പഠിക്കണം, അത് ചോദിക്കാറുണ്ടായിരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് അല്ലെ. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ആദ്യത്തെ സിസ്റ്റമാണ് എന്ന് പഠിച്ചത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളാണ് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി മുതലായി ബില്ലിംഗ് ഇൻഫർമേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം ഇൻഫർമേഷൻസ് ആണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, EMR എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ EMR എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നത്.
ഓക്കെ, അതിന്റെ കമ്പാരിസൺ നോക്കി. കമ്പാരിസന്റെ ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ, കമ്പാരിസൺ കണ്ടാലും നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണെന്ത്? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇത് മുതൽ ഇനി അങ്ങോട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് മുതൽ അങ്ങോട്ട് ഇനി എളുപ്പമാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പഠിക്കാൻ എളുപ്പമാണ്. യെസ്, ഇതാണ് ലിംസ് എന്ന് പറയുന്നത്. ഈ ലിംസിന് തന്നെ 3 പേരുകളുണ്ട്, പക്ഷെ അത് 3 നമ്മൾ പഠിക്കണം. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നിങ്ങൾ വെറുതെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഇത് എന്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും, എന്ത് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടായിരിക്കുള്ളൂ? അത് ബേസിക് കോമൺ സെൻസ് വെച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഇതിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്? യെസ്, വെരി ഗുഡ്, ലബോറട്ടറി ഇൻഫർമേഷൻസ് ആണ് അല്ലെ. ടെസ്റ്റുകൾ, ലാബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വർക്ക് ഫ്ലോസ് ആണ് നമ്മൾ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് എ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, സംടൈംസ് ഇൻഡിക്കേറ്റഡ് ടു ആസ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ LIS, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഒന്നാമത്തേത്. സെക്കൻഡ് വൺ എന്താണ്? ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം, LMS. അപ്പോൾ ലിംസിന് തന്നെ നമ്മൾ 2 രീതിയിൽ പറയുന്നുണ്ട്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. അത് പഠിക്കണം കേട്ടോ. ഓക്കെ, എന്താണ്? ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ് അല്ലെ. ഇത് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് ഇതിൽ ചെയ്തിരുന്നത്? ലബോറട്ടറി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുന്ന എന്തിലാണ്? ഈ ലിംസ് എന്ന സോഫ്റ്റ്വെയറിലാണ് കേട്ടോ. മനസ്സിലായോ? ലാബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ലിംസിലാണ്. ഓക്കെ, യെസ്. Key features include but are not limited to workflow and data tracking, support flexible architecture and data exchange interfaces which full support its use is regulatory environments. The features and use of LIMS have developed over the years from simple sample tracking to an enterprise resourcing tool that manage manifold aspects of laboratory informatics. അത് നിങ്ങളൊന്നും പഠിക്കണ്ട, പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഇതിലും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്യണേ, ഒന്ന് നോട്ട് ചെയ്യണേ. ഇതാട്ടോ എ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ലിംസ് എന്ന് എഴുതാം. LIMS is a software based system. LIMS is a software based system. LIMS is a software based system that manages എന്താണത് മാനേജ് ചെയ്യുന്നത്? ലിംസ് that manages and track TRACK and track that manages and track laboratory data comma samples and workflows. Samples comma and workflows. ശരിയാണോ നോക്കണേ. A laboratory information management system is a software based system that manages and track laboratory data samples and workflows. LIMS എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ അല്ല ഡെഫിനിഷൻ. എന്താണ് LIMS എന്ന് പറയുന്നത്? എന്ത് മാനേജ് ആണ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റം ആണ്. ലാബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലാബ് ഡാറ്റാസും സാമ്പിൾസും ലാബിനകത്ത് വരുന്ന എല്ലാ വർക്ക് ഫ്ലോസും മാനേജ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഡാറ്റാസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ മാനറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നമുക്ക് എന്താണ് ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല എന്താ പറയുന്നത്, ഒരു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലാബുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവിടെ സാമ്പിൾ ട്രാക്കിംഗ് മുതലായ അല്ലെങ്കിൽ ലാബ് റിലേറ്റഡ് ആയി വരുന്ന എല്ലാ വർക്ക് ഫ്ലോസും അല്ലെങ്കിൽ ലാബ് ഇൻഫോർമാറ്റിക്സ് എല്ലാം എല്ലാ ആസ്പെക്ട്സുകളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റത്തിലാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഞാൻ എഴുതി തന്ന ഡെഫിനേഷൻ ഒന്ന് പഠിക്കണം കേട്ടോ. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ രണ്ടാമത്തെ സിസ്റ്റം ആണ് എന്ത്?
ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ലിംസും പഠിക്കണം, LIS പഠിക്കണം, LMS പഠിക്കണം, 3 എക്സ്പാൻഷനും പഠിക്കണം കേട്ടോ, മാറിപ്പോവരുത്. ഡെഫിനിഷൻ ഒന്നുകൂടി പറയണോ? LIMS is a software based system. LIMS is a software based system. LIMS is a software based system that manages and track laboratory data, comma, samples and workflows. WORKFLOW workflow. ഇത്രയുള്ള ഒരു ലാബ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. മനസ്സിലായോ? ലാബിലെ സാമ്പിൾസ് അല്ലെങ്കിൽ അവിടുത്തെ ഡാറ്റാസ്, അവരുടെ മൊത്തത്തിലുള്ള വർക്കും കാര്യങ്ങൾ, വർക്ക് ഫ്ലോസ് ഒക്കെ തന്നെ കൈകാര്യം ചെയ്തത് ഇതിനകത്താണ് നമ്മൾ കേട്ടോ. ലിംസിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒരു കോംപ്ലിമെന്ററി സോഫ്റ്റ്വെയർസ് ഉണ്ട് അതിന്റെ, അതും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ. പിന്നെ അത് കഴിഞ്ഞാൽ RIS വരും, എളുപ്പമാണ്, പിന്നെ അങ്ങനെ തീരും. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അത് മൂവി ഇവിടെ ഒരു ഡെഫിനിഷൻ ഇട്ടിട്ടില്ല, ഇപ്പൊ പറഞ്ഞ കാര്യമാണ് കേട്ടോ, അത് മാത്രമേ നിങ്ങൾ പഠിക്കുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.